തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ കൊല്ലത്ത് മത്സരിക്കുന്നതെന്ന് ബിന്ദു കൃഷ്ണ. കഴിഞ്ഞ 10 വർഷം MLA ഇല്ലാതിരുന്ന മണ്ഡലമാണ് കൊല്ലമെന്നും തന്നെ തിരഞ്ഞെടുത്താൽ ഫുൾ ടൈം MLA ലഭിക്കുമെന്നും ബിന്ദു കൃഷ്ണ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുകയാണ്. നമുക്കറിയാം, ബിന്ദു കൃഷ്ണയെ പ്രത്യേകിച്ച് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം കൊല്ലത്തിനില്ല. ഇന്ന് രാവിലെ ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ പള്ളികളിലേക്ക് എത്തി. എങ്ങനെ പോകുന്നു പ്രചരണം? വളരെ നല്ല രീതിയിൽ കൊല്ലത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരുടെ സ്നേഹം കഴിഞ്ഞ 5 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാവരോടും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു കുടുംബാംഗത്തെ പോലെ ഇടപഴകി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർ എല്ലാവരും പൂർണ്ണമായി അനുഗ്രഹിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ ദേവാലയവും ഇവിടുത്തെ എല്ലാ ദേവാലയങ്ങളും എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ പള്ളികളും എല്ലാം തന്നെ എനിക്ക് എൻ്റെ സ്വന്തം എന്നതുപോലെയാണ്. പ്രിയപ്പെട്ടവരുടെ എല്ലാം അനുഗ്രഹമുണ്ടായി. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയോടൊപ്പം തന്നെ കേരളം നേരിടുന്ന പ്രതിസന്ധിയിൽ 10 വർഷക്കാലത്തെ ഇടതു ദുർഭരണം കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അടിത്തറയെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. മുമ്പൊക്കെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാൽ നിയമനം ഉറപ്പായിരുന്നു. ഇന്ന് റാങ്ക് ലിസ്റ്റ് കഷ്ടപ്പെട്ട് പഠിച്ച് ചെറുപ്പക്കാർ വരുമ്പോൾ ആ തൊഴിൽ തട്ടിയെടുക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇഷ്ടക്കാർക്ക്, അവരുടെ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് മാത്രമാണ്. പഠിക്കാത്തവർക്കൊക്കെ, പരീക്ഷ എഴുതാത്തവർക്ക് ഒരു മാർക്ക് കൊടുക്കുന്ന അടക്കമുള്ള കൃഷ്ണ MLA ആയാൽ കൊല്ലത്തിനൊരു സമഗ്ര മാറ്റം ഉണ്ടാവും. സമഗ്രമായ മാറ്റം ഉണ്ടാവും. ഒന്നാമത്തേത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു MLA എന്ന് പറഞ്ഞാൽ തന്നെ തെരഞ്ഞെടുത്ത് അയക്കുന്ന നിയോജക മണ്ഡലത്തിലെ പ്രിയപ്പെട്ടവരുടെ ഒരു കുടുംബാംഗമായി ഇപ്പോഴും കൂടെ ഉണ്ടാകുന്നത്. ഒരു MLA അവരുടെ കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തരല്ല. സുഖദുഃഖങ്ങളിൽ, സന്തോഷ നിമിഷങ്ങളിൽ എല്ലായിടത്തും ഒപ്പം ഉണ്ടാകുന്ന ഒരാൾ, എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഓടിക്കയറി വരുന്ന ഒരാൾ. അതോടൊപ്പം തന്നെ നാടിൻ്റെ സമഗ്ര വികസനത്തിന് നിയമസഭയിൽ സംസാരിക്കുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ പദ്ധതികൾ നാടിന് വേണ്ടി വാങ്ങിയെടുത്ത് നടപ്പാക്കുകയും ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ കൊല്ലത്തിന് കഴിഞ്ഞ 10 വർഷമായി അങ്ങനെ ഒരു MLA ഇല്ലായിരുന്നു. സ്വന്തം കാര്യം നോക്കി പോകുന്ന, ജയിച്ചിട്ട് സ്വന്തം കാര്യം നോക്കി പോകുന്ന MLA ആയിരുന്നു. അതിനൊരു മാറ്റമുണ്ടാകും. ഇവിടുത്തെ വികസന സ്വപ്നങ്ങൾ കൃത്യമായി നടപ്പിലാക്കും. മുട്ടാതെ കിടക്കുന്ന പാലങ്ങൾ മുട്ടിക്കും. ഇവിടുത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഇല്ലാതാക്കും. കുടിവെള്ള ക്ഷാമമില്ലാതിരിക്കുന്ന സാധാരണക്കാർക്ക് അത് അവർ ചോദിക്കാതെ എത്തിച്ചു കൊടുക്കും. ഇവിടെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബ് നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ IT പാർക്കുകൾ അടക്കമുള്ള സാധ്യതകൾ, അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ ധാരാളം ഇവിടെ കിടപ്പുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, ഹൈസ്പീഡ് ഇന്റർനെറ്റ് വെച്ച് ചെറുപ്പക്കാർക്ക് വർക്ക് സ്പേസ് ആയി മാറ്റുവന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. 24/7 അവൈലബിൾ ആയിരിക്കുന്ന ഒരു MLA തീർച്ചയായും 24/7 വിളിച്ചാൽ ഒരു ഫോൺ കോളിന് മറുതലക്കൽ എല്ലായ്പ്പോഴും ഉണ്ടാകും. അതാണ് എനിക്ക് കൊടുക്കാനുള്ള വാക്ക്. തികഞ്ഞ ആത്മവിശ്വാസവും അതിലേറെ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ബിന്ദു കൃഷ്ണ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 24/7 അവൈലബിൾ ആയിരിക്കുന്ന ഒരു MLA കഴിഞ്ഞ 10 വർഷമായി കൊല്ലത്തിനില്ല എന്നായിരുന്നു ബിന്ദു കൃഷ്ണയുടെ ആക്ഷേപം. എന്തായാലും ഇത്തവണ വിജയിച്ചാൽ അങ്ങനെ ഒരു MLA അവർക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് ബിന്ദു കൃഷ്ണയുടെ പ്രചരണം പുരോഗമിക്കുന്നത്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.